ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു SSS916. സോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഒരു ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാനൽ കണ്ടിന്യൂസ്ലി ഡോക്ടറെ കിടന്ന് ഡീഗ്രേഡിങ് ആണ്. അവർ പറയുന്നത് സായിയുടെയും ജാസ്മിൻ്റെയും ബെൽറ്റിൽ നിന്ന് റോബിനെ ഇറങ്ങണമെന്നാണ്. സായിയുടെയും ജാസ്മിൻ്റെയും ബെൽറ്റിൽ കുടുങ്ങി കിടക്കാൻ റോബിനും തോന്നുന്നില്ല. കുഞ്ഞു റോബിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ലേ? ഇയാൾ പറയുന്നു റോബിനെ വെളുപ്പിക്കാൻ വേണ്ടി കയറിയതാണ് ഇവരുടെ ഗ്രൂപ്പിൽ. ഒരിക്കലുമല്ല. റോബിന് അതിൻ്റെ ആവശ്യമില്ല. ഇത്രയും കാലം വെളുപ്പിക്കാഞ്ഞിട്ടാണ് റോബിൻ ഇപ്പോൾ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത്രയും കാലം ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഉന്നയിക്കാൻ ഒരു കറക്റ്റായിട്ടുള്ള എവിഡൻസ് ഇല്ല. ഇപ്പോൾ ഒരു എവിഡൻസ് കിട്ടി, പുള്ളിക്കാരൻ പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ സായിയെ പുള്ളിക്കാരൻ ഏതൊരു ഫംഗ്ഷനിൽ കണ്ടു, സംസാരിച്ചു. ഡോക്ടറുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. എക്സാമ്പിൾ ഇറ്റ്സ് മീ കേസ് ഒരുപാട് ഡോക്ടറെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു ഫംഗ്ഷനിൽ കണ്ടപ്പോൾ അവർ കൈ കൊടുത്തു, സംസാരിച്ചു. സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, അത് അത്രയേ ഉള്ളൂ. അതിനുശേഷം ഡോക്ടർ ഇവരുമായിട്ട് ഭയങ്കര പേഴ്സണലി കോണ്ടാക്റ്റ് ആണ്. ഡോക്ടർ തന്നെ ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടു ഈ പറയുന്ന പൊട്ടനുള്ള മറുപടിയായിട്ട്, ഞാൻ ആരോടും കോണ്ടാക്റ്റ് ഇല്ല, എൻ്റെ ജീവിതമായിട്ട് ഞാൻ ബിസിയാണ്, പിന്നെ കേസ് ഞാൻ ലീഗലി മൂവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, ഇവന് വിവിയെ വെളുപ്പിക്കണം. വിവിയെ വെളുപ്പിക്കുന്ന എന്തിനാണ്? വിവിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവനും ഒരു റെക്കോർഡ് വീരനായതുകൊണ്ടാണ്. ഈവൻ നിങ്ങൾ ഒരു 490 സബ്ബൊക്കെ ഇവൻ ഉണ്ടായിരുന്ന സമയത്ത്, ഗോപിനാഥ് മുതുകാടിൻ്റെ വിഷു വരുന്ന സമയത്ത്, സായിയുടെയും മറ്റൊരു പയ്യനുണ്ടല്ലോ ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണം ഉന്നയിച്ച ആ ഒരു വികലാംഗൻ, ആ പയ്യനെതിരെയുമൊക്കെ ഒരുപാട് വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ച്, അവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്ത് വെച്ച് അത് വിൽക്കുകയാണോ അല്ലെങ്കിൽ പരസ്പരം കൈമാറുകയും ചാനൽ വഴി അത് പുറത്തുവിടുകയും ചെയ്തൊരു വ്യക്തിയാണ് ഇയാൾ. വിച്ച് മീൻസ് ഇയാളും വോയിസുകൾ പുറത്തുവിടുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും പൊള്ളും. ഈ വോയിസുകൾ അടുത്തവരുടെ അനുവാദമില്ലാതെ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്ന എല്ലാവർക്കും ഇപ്പം റോബിൻ ചെയ്തിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് പൊള്ളും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ വോയിസുകൾ റെക്കോർഡ് ചെയ്യുന്നതാണേലും മറ്റൊരാളിൽ നിന്ന് വാങ്ങി പ്ലേ ചെയ്യുന്നതാണേലും, അതിപ്പോൾ റോബിനാണേലും ഈ പറയുന്ന വിവിയാണേലും വിജരാജ് ആണേലും ഈ പറയുന്ന ഫോർത്ത് ആണേലും ഷവീനേച്ചി ആണേലും ജിനൂസ് ആണേലും ആരാണേലും തെറ്റ് തന്നെയാണ്. നമുക്കൊരു കാര്യം, ഈ വോയിസുകൾ റെക്കോർഡ് ചെയ്ത് തെളിയിക്കാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കോടതിയല്ല. നിങ്ങൾക്ക് അങ്ങനെ തെളിയിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്ത് അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ കൊടുത്ത് അവിടെ ഇത് മൂവ് ചെയ്യുക. അല്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് നടത്താൻ നിങ്ങളൊക്കെ ആരുടെ വോയിസ് പുറത്തു വിട്ടിട്ട് ജഡ്ജ്മെൻറ്റ് നടത്താൻ? ആര്? ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ അനുവാദമില്ലാതെ അയാൾ അറിയാതെ നിങ്ങളിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന കുറേ മാഫിയകളുണ്ട് അതിനകത്ത്. അതിൽ ഒരാളാണ് ഇവന് സ്ഥിരം വോയിസ് പുറത്തുവിടല പരിപാടി. ജാസ്മിൻ്റെ വോയിസ്, അഫ്സലിൻ്റെ വോയിസ് എന്ന് പറഞ്ഞ് എത്ര എണ്ണം ഇവൻ പുറത്തുവിട്ടു. അപ്പോൾ ഇവനൊക്കെ കൊള്ളും. ഈ വോയിസ് പുറത്തുവിടുന്ന എല്ലാ ചെറ്റകൾക്കും ഇത് കൊള്ളും, അത്രയേ ഉള്ളൂ. അതിന് നീ റോബിൻ്റെ മണ്ടയ്ക്കോ കയറണ്ട. പിന്നെ നീ അതിന് പറയുന്ന ഒരു ഭയങ്കര കാര്യം, റോബിൻ ആണും കിടരുതെങ്കിൽ റോബിൻ ഒതുങ്ങിക്കോ. നീ ആരുടെ റോബിനെ ഒതുക്കാൻ? നീ ആരുടെ? റോബിൻ്റെ 2 വർഷം മുമ്പുള്ള മറ്റേ ഫോർ ദ ഫ്രോഡ്സ് എടുത്ത് വെച്ച ഒരു വോയിസാണ് നിനക്ക് ഭയങ്കര തെളിവ്. അത് നീ ബുദ്ധിയുണ്ട്, നീ ഭയങ്കര ബുദ്ധിമാനാണ്, റോബിൻ്റെ ഫാൻസ് മണ്ടന്മാരെന്ന് പറയുന്നത്. നീ അരിയാഹാരം കഴിക്കുന്നവനാണെന്ന് നീ പറയുന്നത്. നിനക്ക് അരിയാഹാരം കഴിച്ചുണ്ടായതിനേക്കാൾ ബുദ്ധി എന്തായാലും റോബിൻ്റെ ഫാൻസിന് നല്ല അയോഡിൻ ചേർത്ത ഉപ്പ് കഴിച്ചുണ്ട്. ആ വോയിസ് കേൾക്കുന്ന ഏത് മരപ്പൊട്ടനും മനസ്സിലാകും റോബിൻ നല്ല ടെമ്പറിലാണ് ആ വോയിസിൽ സംസാരിക്കുന്നത്. വിച്ച് മീൻസ് ആ വോയിസ് നടക്കുന്നതിന് മുമ്പ് ഇറ്റ്സ് സംതിങ് ഹാപ്പൻഡ് ബിഹൈൻഡ് ദാറ്റ്. അത് മനസ്സിലാക്കാൻ തനിക്ക് ബുദ്ധിയില്ലാത്തത് തൻ്റെ മാത്രം കുഴപ്പമാണ്. അതുകൊണ്ട് തനിക്ക് വിവരമുണ്ട്, ഞങ്ങൾക്ക് വിവരമില്ല എന്ന് പറയണ്ട. റോബിൻ്റെ ഫാൻസിനും റോബിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും അറിയാം അതിന് പിന്നിൽ എന്തോ സംഭവിച്ചിട്ടാണ് ഡോക്ടർ ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. റോബിനെ അങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പുള്ളിക്കാരെ ഷോർട്ട് ടെമ്പറാണെന്ന് പറയുമെങ്കിലും എപ്പോഴും അങ്ങനെ ഷോർട്ട് ടെമ്പർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല. അത് നമ്മൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചിലപ്പോഴാണ് പുള്ളിക്കാരെ പൊട്ടാറുള്ളത്. അതുപോലെ പൊട്ടിയ ഒരു ഓഡിയോ ആണത്. പിന്നെ ഈ ഓഡിയോ എടുത്തു വെച്ചതിൻ്റെ നല്ല ഉദ്ദേശമായിട്ട് നല്ലവനായ ഉണ്ണി പറഞ്ഞത്, അത് 1 മാസം കഴിഞ്ഞാണ് റോബിൻ ചേട്ടൻ ഞങ്ങനെ വിളിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിലെന്തായാലും ദുരുദ്ദേശം ഉണ്ടാവുമെന്ന്, അതുകൊണ്ടാണ് എടുത്തു. അതൊന്നും അല്ല സംഭവം. ഈ 1 മാസം നിങ്ങളെ അടുപ്പിക്കാതെ റോബിൻ കൊണ്ടു നടന്നത് ആരവിനെയാണ്.
അപ്പോൾ ഈ 1 മാസം റോബിൻ ഇങ്ങനെ ആരവനെയും കൊണ്ട് നടക്കുകയും നിങ്ങളെ ഒതുക്കി വയ്ക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റോബിനോട് ദേഷ്യമുണ്ട്. അപ്പോൾ റോബിൻ വിളിക്കുമ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു പക്ഷെ വീണ്ടും റോബിനുമായിട്ട് തെറ്റിയാൽ റോബിന് പണി കൊടുക്കാൻ തന്നെ എടുത്തു വെച്ചതാണ്. അല്ലാതെ അണ്ണന്മാരെ, നിങ്ങളുടെ ജെന്യൂനിറ്റി ഞാൻ ഒരു ചെറിയ സംഭവത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദിൽഷയുടെ ഡിഗ്രേഡ് കുറയ്ക്കാൻ വേണ്ടി കരാർ നിങ്ങൾ സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണല്ലോ സൂരജുമായിട്ട്. ആ ഒരു കരാർ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ കണ്ണനാണ് ഇതിനുള്ള, ഈ 4th ജംഗ്ഷനുള്ളവനാണ് ഇതിനുള്ള ഉത്തരം കേട്ടോ. അങ്ങനെ ഈ ഒരു കരാറ് സംസാരിക്കുമ്പോൾ ഇവർ റോബിനുമായിട്ട് കൂട്ടാണ്. ഈ ഫോർ ദ പീപ്പിൾ, റോബിൻ ഞങ്ങളുടെ ആത്മാവെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്താണ് സൂരജുമായിട്ട് ഈ പറയുന്ന ദിൽഷയുടെ ഡീഗ്രേഡിങ് കുറയ്ക്കാൻ വേണ്ടി കരാറ് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് റോബിനെ ചതിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആരവനും ചിലപ്പോൾ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ 3 പേരും അത് സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണല്ലോ. അത്രയ്ക്ക് റോബിൻ ആത്മാവാണ്, റോബിനോട് ഞങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് പറയുന്ന ഈ വ്യക്തികൾ റോബിനോട് അടുത്ത് നിന്ന സമയത്ത് നടന്ന ഈ സംഭവം എന്തുകൊണ്ട് അന്നേ ദിവസം തന്നെ റോബിനെ അറിയിച്ചില്ല? ഇത് റോബിൻ അറിയുന്നത് ഈ പറയുന്ന ആരവ് വൈശാഖിനോട് പറഞ്ഞ്, അതൊരു പക്ഷേ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരവ് പറഞ്ഞതാവാം. റോബിനെയും 3 ഫ്രണ്ട്സിനെയും തെറ്റിക്കാൻ വേണ്ടി ആരവന് ഒറ്റയ്ക്ക് നിൽക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും. ഇതിൻ്റെ പിന്നിൽ എന്തായാലും വേറൊരു വലിയ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ ഇവരോട് ഇത് ചെയ്യാൻ പറഞ്ഞു, ഈ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാര്യം മാത്രം പൊക്കിയെടുത്തിട്ട് അതിൽ മുമ്പ് വിവി സംസാരിച്ചതോ അതിന് 1 മാസത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളോ ഇവരുമായിട്ട് തെറ്റിപ്പിരിയാനുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒള്ളി റോബിൻ്റെ ഈ ഒരു വോയിസ് മാത്രം റെക്കോർഡ് ചെയ്തതിൽ പിന്നിലേ നല്ലത് നമ്മളൊന്ന് ചിന്തിക്കണം. മിസ്റ്റർ 4th ജംഗ്ഷൻ ചിന്തിക്കണം. ഞാൻ ഒന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ, നിങ്ങൾ ഇത്രയും അവരെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ, ഇവരോടൊരു കാര്യം ചെയ്യാൻ പറ. റോബിനുമായിട്ട് ഇവർ സംസാരിച്ചിട്ടുള്ള എല്ലാ വോയിസ് റെക്കോർഡും ഇടാൻ പറ. കൂട്ടത്തിൽ സൂരജുമായിട്ട് സംസാരിച്ചിട്ടുള്ള ദിൽഷയുടെ ഡീഗ്രേഡിങ് കുറയ്ക്കാൻ വേണ്ടി സംസാരിച്ചിട്ടുള്ള ആ ഒരു കരാറിൻ്റെ വോയിസും ഇടാൻ പറ. അത്രയ്ക്ക് നല്ലവന്മാരാണെങ്കിൽ എന്നിട്ട് സംസാരിക്കും. താനീം ഇതിലെ പിടിച്ചിട്ട് റോബിനെ പിടിച്ചിട്ട് സായിയെ വിളിപ്പിക്കാനാണ്. റോബിനെ ഇവിടെ സായിയും ജാസ്മിനെ ഒന്നും വിളിപ്പിക്കേണ്ട കാര്യം റോബിനില്ല. അദ്ദേഹം അന്തസ്സായിട്ട് ഇൻസ്റ്റാ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, എന്നെ ആരും കോണ്ടാക്റ്റ് ചെയ്തിട്ടുമില്ല, എൻ്റെ ജീവിതവുമായിട്ട് ഞാൻ ബിസിയാണ്, എന്നെ എൻ്റെ വഴിക്ക് വിടുക. ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. തനിക്ക് പൊള്ളുന്നത് ഇങ്ങനെ ലീഗലി മൂവ് ചെയ്ത് എന്തായാലും ഇപ്പോൾ ഈ സഞ്ജു ടെക്കിയുടെ കാര്യം വന്നതുപോലെ ഇത്തരം ഈ വോയിസ് റെക്കോർഡുകൾ ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായിട്ടും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 2 കുടുംബങ്ങൾ എന്താ പറയുക ചീഫ് മിനിസ്റ്റർക്കും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്, ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കലി താറടിക്കുന്നതിനെതിരെ. അപ്പം നിങ്ങളെപ്പോലുള്ള കുറേ യൂട്യൂബർമാർക്ക് ഇങ്ങനെ വോയിസ് റെക്കോർഡ് വിറ്റ് പണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ടീമുകളെല്ലാം ഒരുമിച്ച് കിടന്ന് തൂറി മെഴുകി വെളുപ്പിക്കുന്നത്. അതിങ്ങോട്ട് ഇനി എടുക്കണ്ട. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ റോബിൻ ഫാൻസിനെയും വിട്ടുപിടിക്കുക. നിങ്ങൾ വേറുള്ള കാര്യങ്ങൾ സായിയുടെ ജാസ്മിനെ അത് നിങ്ങളുടെ പണ്ടാരടങ്ങ്. വി ഡോണ്ട് കെയർ അറ്റ് ഓൾ. ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, സായിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, തന്നെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, ആരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് ന്യായമെന്ന് തോന്നുന്നത് ഞാൻ പറയും. പിന്നെ റോബിൻ സപ്പോർട്ടറാണ്, റോബിൻ ചെയ്ത തെറ്റ്. ഇനി റോബിൻ്റെ ആ വിനീതനുമായിട്ടുള്ള വോയിസ് റെക്കോർഡ് തീർച്ചയായിട്ടും റോബിൻ ചെയ്ത തെറ്റാണ്. ഒരാളോട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റോബിൻ ചെയ്തത് മണ്ടത്തരവും തെറ്റുമാണ്. അത് റോബിൻ പരസ്പരം പറഞ്ഞ് തീർക്കണമായിരുന്നു. കണ്ടവന്മാരെ ഇടയിലല്ല പിടിച്ചിടേണ്ടത്. കണ്ടവന്മാരെ പിടിച്ചിട്ട് ഇതുപോലെ പാലും വെള്ളത്തിൽ പണി കിട്ടുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് വലിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. അത് ഡോക്ടർക്ക് പല പാഠമായാലും ഡോക്ടർ പഠിക്കത്തില്ല. അത്രയേ ഉള്ളൂ. എന്നാണ് ഇനി ഡോക്ടർ ഇത് പഠിക്കാമെന്നും എനിക്കറിയില്ല. 30-35 വയസ്സുണ്ട്, ഇതുവരെയ്ക്കും പക്വതയില്ല എന്ന് പറഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഡോക്ടറും ഇതിൽ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പറഞ്ഞ മാതിരി ഈ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിടും വിവി മാത്രമാണ് നല്ലവനെന്ന് പറഞ്ഞ് നീ വെളുപ്പിക്കാൻ വരണ്ട. അത് നീയും വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് നിനക്കും ഇത്തിരി പൊള്ളുന്നത് കൊണ്ട് നീ ചെയ്ത സംഭവം. പിന്നെ നിൻ്റെ വ്യക്തി വൈരാഗ്യം ജാസ്മിനോടും ഈ പറയുന്ന ആരോട് സായിയോടും. ബിക്കോസ് ഷഫീന ചേച്ചിയുടെ ചാനൽ ജാസ്മിൻ അടിച്ചു കളഞ്ഞു എന്നുള്ള വ്യക്തി വൈരാഗ്യം അവരുമായിട്ട് അസ്ലാം അതിനെക്കുറിച്ചൊന്നും ഞാൻ വീണ്ടും കുത്തിക്കളയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കുള്ള ആ വ്യക്തി വൈരാഗ്യം നിങ്ങൾ റോബിൻ്റെ മണ്ടയുടെയോ ഫാൻസിൻ്റെ മണ്ടയിലോ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞങ്ങളെ വിട്ടുപിടിക്കുക. നിങ്ങൾ വേറെ വീഡിയോസ് ചെയ്തു പോകും. നിങ്ങൾ ജാസ്മിനെയോ മറ്റുള്ളവരെയോ എന്ത് വേണേ പറഞ്ഞു ആ മനുഷ്യനെ വിട്ടുപിടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ സൈനിങ് ഓഫ് സാനു ഫ്രം 916.